നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതം ഇപ്പോൾ വലിയ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെ കടന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പഴയ ഒരു അധ്യായം അവസാനിക്കാൻ പോകുന്നതായിട്ടും അതിനുശേഷം പുതിയൊരു തുടക്കം ഉണ്ടാവുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ പഴയ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സമയമായി എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങൾ വളരെ കാലമായിട്ട് തുടർന്ന് പോയിരുന്ന ഒരു ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടി വരുന്നതോ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാവാം. പക്ഷേ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ആ പഴയ ജോലി അവസാനിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മറ്റൊരു അവസരം ലഭിക്കാൻ വേണ്ടി ആണെന്നാണ്. അതേപോലെ തന്നെ മറ്റ് പലർക്കും വളരെ കാലമായിട്ട് കടുത്ത മാനസിക വിഷമം മാത്രം നൽകുന്ന ഒരു ബന്ധമെന്ന് പറയുമ്പോൾ സൗഹൃദമോ പ്രണയമോ എന്തുമാവാം. അപ്പോൾ ആ ഒരു ബന്ധം അവസാനിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ആ ഒരു തകർച്ച നിങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്നതാവാം. പക്ഷേ ആ പഴയ ബന്ധം അവസാനിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാനസിക സമാധാനവും അതേപോലെ തന്നെ കൂടുതൽ നല്ല മനുഷ്യരെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള പുതിയ വാതിലുമാണ് തുറക്കപ്പെടുന്നത് എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. നമുക്ക് വന്ന് ചേരുന്ന മാറ്റങ്ങളെ ഭയത്തോടുകൂടി കാണുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് വേദനയും ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ സംഭവിച്ച പ്രതിസന്ധിയും തകർച്ചയും ഒരിക്കലും ഒരവസാനമല്ല, നിങ്ങളുടെ തകർച്ചയല്ല, മറിച്ച് അവിടെ നിങ്ങൾ കൂടുതൽ കരുത്തുള്ള പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. നിങ്ങൾക്കിപ്പോൾ വന്നു ചേർന്ന ആ ഒരു മാറ്റം ശരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. അവിടെ നിങ്ങളെ വിട്ട് പോകുന്നവയെ പിടിച്ച് നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കാതെ അതിനെ ഉപേക്ഷിക്കുക. അതിനുശേഷം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന പുതിയ അവസരങ്ങളെ ധൈര്യത്തോടെ സ്വീകരിക്കുക. നിങ്ങൾക്ക് വന്നു ചേർന്ന മാറ്റങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഇപ്പോഴുള്ള പരിവർത്തന ഘട്ടത്തിന് ശേഷം നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും പുതിയൊരു തുടക്കം ഉണ്ടാവും എന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് നിങ്ങളുടെ പഴയകാല ജീവിതത്തിലെ നല്ല ബന്ധങ്ങൾ, മനോഹരമായിട്ടുള്ള ഓർമ്മകൾ, ഇവയൊക്കെ തിരികെ വരുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അതായത് പഴയ കാലത്തെ സുഹൃത്തുക്കളെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്ന, അതേപോലെ തന്നെ മുൻപ് നിങ്ങളിൽ നിന്ന് അകന്നു പോയ പ്രിയപ്പെട്ടവർ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം പലർക്കും ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിൽ പലർക്കും മുതിർന്നവരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ ഒക്കെ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു സമയം പ്രപഞ്ചത്തിൻ്റെ വലിയൊരു സംരക്ഷണവും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും പല കാര്യങ്ങളെയും അമിതമായിട്ട് നിയന്ത്രിക്കുന്ന, മുറുകെ പിടിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് ഭാവിയിലേക്കുള്ള സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് അമിതമായിട്ട് ആശങ്കപ്പെട്ട് നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ ചിലവഴിക്കാനായിട്ട് ഭയന്ന് മുറുകെ പിടിക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയെയോ നിങ്ങളുടെ സുഹൃത്തിനെയോ ഒക്കെ അമിതമായിട്ട് നിയന്ത്രിക്കുന്ന, അവരുടെ സ്നേഹത്തെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും പല ആളുകൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പണത്തെ ആയാലും വ്യക്തികളെ ആയാലും അമിതമായി നിയന്ത്രിച്ച് മുറുകെ പിടിച്ചിരിക്കുന്ന
സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് പണമായാലും സ്നേഹമായാലും അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. അമിതമായിട്ടുള്ള സ്വാർത്ഥതയും പിശുക്കുമൊക്കെ കാണിച്ചാൽ അത് നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നതാണ്. അതിനാൽ തന്നെ വിട്ടു കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ മുൻപ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മാനസിക മുറിവുകളൊക്കെ സുഖപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി കാര്യങ്ങളെ നല്ലൊരു ദിശയിലേക്ക് എത്തിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി വന്ന് ചേരുന്നുണ്ട്. മുൻപ് പല കാര്യങ്ങളിലും നിങ്ങൾ ചെയ്ത പരിശ്രമത്തിൻ്റെ നല്ലൊരു ഫലം നിങ്ങളെ തേടി എത്തുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പണത്തിനു വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല. കാരണം അത്രയും സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ കഷ്ടപ്പെട്ട് തനിയെ നേടിയെടുക്കുന്നത് തന്നെയാണ്. നിങ്ങൾ തനിയെ നേടിയെടുത്തതാണെന്നുള്ള ആ ഒരു ബോധ്യം നിങ്ങളിൽ വലിയൊരു അഭിമാനവും സ്വയം ബഹുമാനവുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വളരെയധികം ഊർജ്ജസ്വലത നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന്. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പുരോഗതിയും ധാരാളം യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങളെ തേടി എത്തുന്നുണ്ട്. കൂടാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ബുദ്ധിപരമായും സത്യസന്ധമായിട്ടും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ ഏതെല്ലാം വ്യക്തികൾ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എതിരെ നിന്നാലും നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും അവിടെ പതറാതെ നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.